എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 31-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ കൂടുതൽ നന്ന്. ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അവർ ആദ്യം പോയത് തോമസ് കുട്ടി ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയാണ്. ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് പോയി എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അവിടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് വിട്ടു. അവർ ചെല്ലുമ്പോൾ ദേവസ്യാച്ചനും മക്കളും കൂടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലാനുള്ള ഒരുക്കമായിരുന്നു. സാധാരണഗതിയിൽ അവരുടെ സന്ധ്യാപ്രാർത്ഥന തിണ്ണയിൽ തന്നെ ഇരുന്നാണ് ചൊല്ലുക. അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. പ്രായമായവർക്കെല്ലാം കസേരകളിൽ ഇരിക്കാം. കുട്ടികൾക്കെല്ലാം നിലത്ത് പായ വിരിച്ചുമാണ് ഇരിപ്പ്. ഓരോരുത്തരായി വന്ന് പായയിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഒരു ജീപ്പിൻ്റെ വെളിച്ചം കണ്ടത്. ജീപ്പിൻ്റെ നമ്പർ കണ്ടപ്പോഴേ ദേവസ്യാച്ചൻ പറഞ്ഞു, നമ്മുടെ കുട്ടിച്ചൻ്റെ ജീപ്പാണല്ലോ വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സുഖമില്ലാതെ വന്നതാകാൻ സാധ്യതയുണ്ട്. നിന്നെ കാണാൻ വരുന്നതായിരിക്കും. അവനായിരുന്നെങ്കിൽ എന്നെ കാണാനായിരിക്കും വരുന്നതെന്ന് പറയാമായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അങ്ങേ ലോകത്ത് പോയല്ലേ കാണാൻ പറ്റൂ. കുറേ നാളായി അപ്പൻ ആലോചിക്കുന്നതും പറയുന്നതും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആ കാര്യം ഓർമ്മിപ്പിച്ചാൽ ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന്. അതായത് പറയുമ്പോൾ ആ കാര്യത്തിന്മേൽ ഒരു നിയന്ത്രണവും ഇല്ല എന്നർത്ഥം. നേരത്തെ അപ്പൻ ഇങ്ങനെയല്ലായിരുന്നു. കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ചത് വേണ്ടത് മാത്രം പറയുന്നയാളായിരുന്നു ദേവസ്യാച്ചൻ. പ്രായം തലച്ചോറിലെ നിയന്ത്രണ സംവിധാനങ്ങളെയെല്ലാം തളർത്തി കാണും. തോമസ് കുട്ടിയുടെ ഭാര്യയും ഡോക്ടർ തന്നെയാണ്. പക്ഷേ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കുറേ അകലെയാണ്. പേര് നിഷ. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരും. ബാക്കി ദിവസങ്ങളിൽ അവിടെ അടുത്ത് ഒരു ബന്ധു വീട്ടിൽ താമസിക്കും. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇതിന് മധ്യഭാഗത്ത് എവിടെയെങ്കിലുമായി വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദേവസ്യാച്ചന് അതിന് പൂർണ്ണ സമ്മതവുമാണ്. അവർക്ക് സമയം കിട്ടാത്ത കുറവേ ഉള്ളൂ. ജീപ്പ് നിർത്തിയപ്പോഴേക്കും തോമസ് കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ബേബിയോട് ചോദിച്ചു, എന്നതാടാ രാത്രിയിൽ പ്രശ്നം? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മച്ചിക്ക് 2-3 ദിവസമായി ചില്ലറ പ്രശ്നങ്ങളുണ്ട്. ശ്വാസം മുട്ടലും നെഞ്ചുവേദനയുമൊക്കെ ചെറുതായിട്ട്. മരുന്ന് വാങ്ങാൻ അന്നു മുതലേ പറയുന്നതാണ്, പക്ഷേ അനുസരിക്കുന്നില്ല. അമ്മച്ചിക്ക് അറിയാവുന്ന ലുടുക്ക് വിദ്യകളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു ഫലവുമില്ല. ഞങ്ങൾ പിടിച്ച പിടിയാലെ കൊണ്ടുവരികയാണ് ചെയ്തത്. വണ്ടിക്കകത്തുണ്ട്. കുട്ടിച്ചൻ ചേട്ടൻ അടുത്ത കാലത്തങ്ങ് പോയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അമ്മച്ചിക്കൊരു അസുഖം വരുമ്പോൾ വിഷമമാണ്. ചെറുപ്പകാലത്ത് സ്വന്തം വീട് പോലെ കയറിയിറങ്ങി നടന്നതാണ്. സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് കണ്ടിരുന്നവരുമാണ് അവർ രണ്ടുപേരെയും. അതുകൊണ്ട് അവർക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ തോമസ് കുട്ടിക്കും അതിൽ വിഷമമുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, ഒരു മകൻ എന്ന നിലയിൽ. തോമസ് കുട്ടി കൂടി കൈപിടിച്ചിട്ടാണ് സാറാമ്മയെ വണ്ടിയിൽ നിന്നിറക്കിയത്. തിണ്ണയിലെ കസേരകളിൽ ഇരുന്ന കുട്ടികൾ അപ്പോൾ തന്നെ ഒഴിവായി കൊടുത്തു. അങ്ങോട്ടേക്ക് സാറാമ്മ ഇരുന്നു. എന്നാ സാറാമ്മയെ പിള്ളേരെല്ലാം കൂടി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? എന്തെങ്കിലും കാര്യമില്ലാതെ അവന്മാരതിനെ മുതിരില്ലല്ലോ. എന്നതാ കുഴപ്പം? കാര്യമായി ഒരു പ്രശ്നവുമില്ല ചേട്ടാ. ഒരല്പം നെഞ്ചുവേദന, ഒരല്പം ശ്വാസം മുട്ടൽ. അതിന് കുറച്ച് കുഴമ്പ് തിരുമ്മി ചൂട് പിടിക്കുകയോ മറ്റോ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കുഴമ്പ് ഒരു വകയ്ക്കും കൊള്ളില്ല. അതുകൊണ്ട് അത് തിരുമ്മി ചൂട് പിടിച്ചിട്ട് ഫലവും കിട്ടുന്നില്ല. അത്രയും ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇവന്മാർ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങോട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോന്നത്. ഒന്നുമല്ലെങ്കിലും തോമസ് കൊച്ചിൻ്റെ അടുത്തേക്കല്ലേ വരുന്നത് എന്ന് വിചാരിച്ചു. അമ്മച്ചി അറിയുന്ന കാലം മുതൽ തോമസ് കുട്ടിയെ വിളിക്കുന്ന പേര് തോമസ് കൊച്ചെന്നാണ്. അവൻ അതിൽ എതിർപ്പൊന്നുമില്ല. എങ്ങനെ വിളിച്ചാലും അവന് പ്രശ്നമില്ല. അവനെ നീർക്കോലി എന്ന് വിളിച്ചവരുണ്ട്, കോലാപ്പി എന്ന് വിളിച്ചവരുമുണ്ട്. അതൊക്കെ അന്തക്കാലം. കൈ പിടിച്ചു നോക്കി നാഡിമിടിപ്പും പരിശോധിച്ചു നോക്കിയപ്പോഴേ തോമസ് കുട്ടിയുടെ മുഖം വിളറി തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത ആശുപത്രിയിൽ വരെ ഒന്ന് പോകാം. എൻ്റെ കൂടെ പഠിച്ച ഒരുത്തൻ
ഇവിടെ അടുത്ത് നല്ല ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസമായിരുന്നു. ഞാനും അതിന് പോയിരുന്നു. എന്നെയും അങ്ങോട്ട് വിളിച്ചതാണ്. എന്നാൽ അപ്പൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ ക്ലിനിക്കിലിരിക്കുന്നത്. എന്നാലും ഞാൻ മിക്കവാറും അങ്ങോട്ട് പോകും. ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇവിടുത്തെ ക്ലിനിക്കിൽ നിന്നും മരുന്ന് കൊടുത്താൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതല്ലടാ ബേബി, തമാശ കളിക്കേണ്ട കാര്യമല്ല ഇത്. അതുകൊണ്ടല്ലേ ഞാനത് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാത്രവുമല്ല, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരികയല്ലേ. ഏത് കാര്യം ആലോചിച്ചാലും വേഗം വേഗം നടക്കണം എന്നാണ് ദേവസ്യാച്ചൻ്റെ രീതി. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദേവസ്യാച്ചൻ പറഞ്ഞു, ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ വേഗം കൊണ്ടുപോകണം. പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ് ഇനി വേണ്ടത്. നമ്മുടെ തീരുമാനമനുസരിച്ച് നടത്തിയിരുന്ന കാലമൊക്കെ കഴിഞ്ഞു സാറാമ്മേ. ഒരു കാലത്ത് നമ്മൾ തീരുമാനിച്ചു, ഇവരനുസരിച്ചു. ഇപ്പോൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. നമ്മൾ അനുസരിക്കണം. വേറെ ആരോടായിരുന്നെങ്കിലും സാറാമ്മച്ചി എതിർപ്പ് എന്തെങ്കിലും പറഞ്ഞേനെ. ഇത് പറഞ്ഞത് കെട്ടിയോൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനാണ്. ഇന്നാട്ടിൽ ഒരുമിച്ച് വന്ന കാലം മുതൽ എപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാതെ തന്നെ ഓടി വരുന്നവനാണ് ദേവസ്യാച്ചൻ. അതുകൊണ്ട് അയാൾ പറയുന്നത് അനുസരിക്കാനാണ് അവർക്ക് തോന്നിയത്. ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ അനുസരിച്ചു. തോമസ് കുട്ടി വേഷം മാറി വന്നു. എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തോമസ് കുട്ടി കൂട്ടുകാരനെ വിളിച്ച് വിവരം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ ചെല്ലേണ്ട താമസം. തോമസ് കുട്ടി സാറാമ്മച്ചിയെ പരിശോധനകൾക്കായി കൊണ്ടുപോയി. ജോസും ബേബിയും പുറത്ത് കാത്തിരുന്നു. തോമസ് കുട്ടിയും കൂടി പരിശോധനാ മുറിയിലേക്ക് കയറിപ്പോയി. കുറേയേറെ സമയം കഴിഞ്ഞാണ് പരിശോധനയുടെ വിവരം പറയാൻ വേണ്ടി തോമസ് കുട്ടി പുറത്തേക്ക് വന്നത്. 1ഉം 2ഉമല്ല, 4 ബ്ലോക്കുള്ളത്. അതെങ്ങനെയാണെന്നെന്നും മാറ്റാൻ കഴിയുമോ എന്നും അടുത്ത ഒരു പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. അത് അതേപടി നിലനിന്നാൽ എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. പിന്നെ പറയണ്ടല്ലോ. ജോസും ബേബിയും പരസ്പരം നോക്കിപ്പോയി. ആശുപത്രി എന്ന് പറയുന്നത് തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഒരു കാലത്ത്. അപ്പനെയും കൊണ്ട് ആശുപത്രിയിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതും കിടക്കുന്നതും. ഇപ്പോൾ ഏതാണ്ട് നിത്യസംഭവമായല്ലോ. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ ജീവിതത്തിൽ. അതിനായിരിക്കും ഇതൊക്കെ. കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ ഓരോന്നോരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 3 മണിക്കൂറിന് ശേഷമാണ് തോമസ് കുട്ടിയും കൂട്ടുകാരൻ ഡോക്ടർ ഷിബുവും കൂടി പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി അകത്തേക്ക് വാ. അതിനകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. വിശദമായി പറയാനുണ്ട്. അവർ 3 പേരും അകത്തേക്ക് കയറി ഓരോരോ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. തോമസ് കുട്ടിക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. 4 ബ്ലോക്ക് വരെ കാര്യമായി തന്നെ ഉണ്ട്. അത് മാറ്റാതെ ഒരിക്കലും സാധാരണ നിലയിലുള്ള പ്രശ്നങ്ങൾ മാറില്ല. നാളെ തന്നെ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയല്ലേ. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം എനിക്ക് ചെയ്യാൻ. അതല്ലാതെ വേറൊരു പരിഹാരം ആർക്കും പറയാനുണ്ടാവുകയില്ല ഇപ്പോൾ. അവർ രണ്ടുപേരും തോമസ് കുട്ടിയുടെ നേരെ നോക്കി. സമ്മതം കൊടുത്തുകൊള്ളാൻ അയാൾ ആംഗ്യം കാണിച്ചു. അതല്ലാതെ വേറെ പരിഹാരമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഈ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ലല്ലോ. വേണ്ട ചികിത്സ ചെയ്യുക. അതിനെപ്പറ്റി ഞങ്ങൾക്ക് അത്രയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മച്ചി തിരിച്ചു കിട്ടുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം ചില മരുന്നുകളൊക്കെ കൊടുത്തുവിടാം. നാളത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും കൂടി ഇന്ന് തന്നെ ചെയ്തിട്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. നാളെ അഡ്മിറ്റാകാൻ തയ്യാറായി തന്നെ വരണം. കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. അത് ഞങ്ങൾ തയ്യാറായി വന്നുകൊള്ളാം. അല്ലെങ്കിലും ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി വരാനാണെങ്കിലും അധികം ദൂരമില്ലല്ലോ. ഇനിയാണെങ്കിലും അമ്മച്ചിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യവും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. പെട്ടെന്ന് മനസ്സിന് വിഷമമുണ്ടായാൽ മാത്രം മതി. ഈ ബ്ലോക്കുകൾ അവിടെ ഉള്ളതുകൊണ്ട് അടുത്ത ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. വിവരങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് കൊടുക്കേണ്ട മരുന്നുകളും കൊടുത്ത് അവരെ അവിടെ നിന്നും തിരിച്ചു വിട്ടു.
എന്നാ ഓപ്പറേഷൻ ചെയ്താലും കുറഞ്ഞ നാളിനുള്ളിൽ ഞാൻ മരിച്ചു പോകില്ലേ? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ കിടന്ന് എൻ്റെ പിള്ളേരുടെ മുമ്പിൽ സുഖമായി മരിച്ചുകൂടെ? എന്തിനാ വെറുതെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടുന്നത്? അവിടെ ഒരു ദിവസം കിടന്നാൽ തന്നെ രോഗം ഇരട്ടിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മച്ചിയുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്താതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനതിന് സമ്മതിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നോ? അങ്ങനെ തോന്നുന്നുണ്ടോ സാറാമ്മച്ചിക്ക്? തോമസ് കുട്ടി വീടിൻ്റെ അവിടെ ഇറങ്ങി. ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. വന്നപ്പോഴേക്കും അനു ആ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാവം എൻ്റെ ഈ പൊന്നുമോൾ അനാഥയാകുമല്ലോ എന്നോർക്കുമ്പോഴാണ് നെഞ്ചു പിടയുന്നത്. ഇപ്പോൾ ഇവളെ സ്നേഹിക്കുന്നവരൊക്കെ തുടർന്നും അങ്ങനെ സ്നേഹിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അവർക്ക് അവരുടെ കുട്ടികളും ബാധ്യതകളുമായി കഴിയുമ്പോൾ ഇവൾ ഒരു ഭാരമായി പോകും. എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞിന് ആരുമില്ലാതായി പോകുമല്ലോ ദൈവമേ. ആ രാത്രി അവർക്ക് ഉറക്കം വന്നതേയില്ല. കണ്ണടയ്ക്കുമ്പോൾ കുട്ടിച്ചൻ മുമ്പിൽ വന്ന് നിൽക്കുന്നതായും കൂട്ടത്തിലേക്ക് ചെല്ലാൻ പറയുന്നതായും ഒക്കെ തോന്നും. ബന്ധുക്കളിൽ മരിച്ചുപോയ പലരെയും അന്ന് രാത്രി സാറാമ്മ കണ്ടു. കോഴി കൂവി. അപ്പോഴേക്കും സാറാമ്മയ്ക്ക് വീണ്ടും നെഞ്ചുവേദന അസഹനീയമായി. അവരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ജോസും മോളിയും ഓടി വന്നത്. സാറാമ്മച്ചിക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു. കൃത്യം ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.